2024 പോയി, 2023 പോയി. 2025 ലൈഫൊക്കെ ഒന്ന് സെറ്റാക്കണം, ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കണം, ക്യാഷ് ഉണ്ടാക്കണം, ഫൈനാൻസസ് ഒക്കെ സെറ്റാക്കണം. ഇങ്ങനെ ഉള്ള റെസൊല്യൂഷൻസും തോട്ട്സും ആയിട്ട് ഇരിക്കുമായിരിക്കും നിങ്ങൾ. പക്ഷേ നിങ്ങൾ ആരും അതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു പ്ലാനും ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ പലരും പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും ഇതുവരെ ഇപ്പം ഇത്രയും ദിവസമായിട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പം ഈ ഒരു 2025 നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം നിങ്ങൾ കഴിഞ്ഞ പല വർഷങ്ങളായിട്ടും ഫേസ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾ നിന്ന കുറേ സ്റ്റേജുകളുണ്ടാവും. നിങ്ങളിപ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി 2022, 2023, 2024 അങ്ങനെ ഒരേ വർഷം കഴിയുമ്പോൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. അതല്ലാതെ നിന്ന ഒരു സ്ഥാനത്ത് നിന്ന് താഴോട്ട് പോയിട്ടുള്ള ആൾക്കാരുണ്ടാവും. തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തുടങ്ങാനുള്ള ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. തുടങ്ങിക്കഴിഞ്ഞിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാർ നിങ്ങളുടെ ഇടയിലുണ്ടാവും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്സ് ഇടാൻ പറ്റും, എങ്ങനെ ഹാബിറ്റ്സ് ഫോം ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യത്തിലായിരിക്കും ഏറ്റവും ഡൗട്ട്. അപ്പം നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ 2025 നിങ്ങളുടെ ഓരോരുത്തരുടെ റെസൊല്യൂഷൻ എന്താണെന്ന് എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. അത് നിങ്ങൾക്ക് ഒരു നന്നായിട്ട് കാശ് ഉണ്ടാക്കണമെന്നാണോ, ജോലിയുള്ള ആൾക്കാരാണെങ്കിൽ ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കണമെന്നാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് ഫോക്കസ് ചെയ്യണമെന്നാണോ, ഫിറ്റ്നസിൽ ഫോക്കസ് ചെയ്യണമെന്നാണോ, അല്ലെങ്കിൽ നല്ലൊരു ബോഡി ഉണ്ടാക്കണമെന്നാണോ, എന്താണ് നിങ്ങളുടെ 2025 ഗോൾ എന്നുള്ളത് എന്തായാലും എല്ലാവരും കമന്റിൽ പറയുക. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട്. 2025 എന്തൊക്കെ നിങ്ങൾ ചെയ്തില്ലെങ്കിലും ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ഇപ്പം നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് എന്തായാലും മില്യണറും ഒന്നും ആവാൻ പറ്റില്ല, കോടികൾ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതിനേക്കാളും കുറച്ച് കൂടുതൽ, ഇപ്പൊ നിങ്ങൾ ഒരു 50,000 രൂപ ഉണ്ടാക്കിയ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു 5 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലെവലിലോട്ടെങ്കിലും നിങ്ങൾ വളരണം. അത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ 2025 ചെയ്തിട്ടുണ്ടെങ്കിൽ 2026 ആകുമ്പോൾ നിങ്ങൾക്ക് അതിനെ കോമ്പൗണ്ട് ചെയ്യാം. അപ്പം അങ്ങനെ കോമ്പൗണ്ട് ചെയ്ത് കൊണ്ടുപോകാൻ വരെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു കാര്യമാണ്. സോ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം. സോ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കട്ടെ, നിങ്ങൾക്ക് വരുന്ന കുറേ ഇഷ്യൂസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു സാലറി കിട്ടുന്നുണ്ട്, EMI അടച്ചു കഴിയുമ്പോൾ ബാക്കി ഉണ്ടാവുന്നില്ല. അതല്ലെങ്കിൽ സാലറി കിട്ടി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ നിന്നും കുറേയൊക്കെ ചിലവുകൾ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ നിന്നും ബാക്കിയുള്ളവരുടെ കടം മേടിച്ചാണ് ഒരു മാസം ഓടിക്കുക. പിന്നെയും അടുത്ത മാസം സാലറി കഴിയുമ്പോഴത്തേക്ക് ഈ കടം വിട്ട് കഴിയുമ്പോഴത്തേക്കും സാലറി ഉണ്ടാവില്ല. ഇങ്ങനത്തെ പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ പ്രശ്നം വരുന്നു അത് ഐഡന്റിഫൈ ചെയ്യുക. എങ്ങനെ, ഇപ്പം നമ്മുടെ ആണെങ്കിൽ പോലും ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാർക്കും വേണ്ടിയാണ് നമ്മളിപ്പോൾ സെക്യൂർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ പറയുന്നത്. നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങളുടെ സാലറി എങ്ങനെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം, എങ്ങനെ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, എങ്ങനെ പേഴ്സണൽ ഫൈനാൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കുക. അത് ട്രേഡിംഗ് എന്നുള്ളതല്ല. ട്രേഡിംഗ് നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡ്സ് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സ് എങ്ങനെ ചെയ്യാം, ഈ വക കാര്യങ്ങളെല്ലാം പഠിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കണമെങ്കിൽ ഇൻട്രാഡേ ട്രേഡിംഗ് മാത്രമല്ല ഒരിക്കലും ഒരു സൊല്യൂഷൻ. നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാം. ഈ പറഞ്ഞ സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിലും ഇൻവെസ്റ്റിംഗ് ആണെങ്കിലും. കാരണം ഇൻട്രാഡേ ട്രേഡിംഗ് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിനെയോ വർക്കിനെയോ എഫക്ട് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിലും ഇൻവെസ്റ്റിംഗ് ആണെങ്കിലും. സോ നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിനായിട്ട് യൂസ് ചെയ്യാം. അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവരായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇതെല്ലാം ഇനിഷ്യേറ്റീവ് എടുക്കാം. ഇതിന് എല്ലാ കാര്യങ്ങളും, കാരണം ഒരാൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ ട്രേഡിംഗിൽ നിന്നോ അങ്ങനെയല്ല, നിങ്ങൾക്ക് എന്ത് മെത്തേഡും. നിങ്ങൾ കഴിഞ്ഞ മാസം 5,000 രൂപ ഉണ്ടാക്കി, അല്ലെങ്കിൽ 50,000 രൂപ ഉണ്ടാക്കി, ഈ വർഷം നിങ്ങൾ 5 ലക്ഷം രൂപ ഉണ്ടാക്കും. അത്രേ ഉള്ളൂ. അത് എങ്ങനെ ചെയ്യാൻ പറ്റും, ഏത് മെത്തേഡ് വേണം, നിങ്ങൾക്കുള്ള കഴിവുകളുണ്ടാവും. ഒരാൾക്ക് പാട്ട് പാടാൻ അറിയായിരിക്കും, ഒരാൾക്ക് ഡാൻസ് ചെയ്യാൻ അറിയായിരിക്കും, അല്ലെങ്കിൽ ഒരാൾക്ക് എഴുതാൻ അറിയായിരിക്കും. അങ്ങനെ പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. അതെന്താണെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, അതിൽ വർക്ക് ചെയ്യുക. കാരണം ഇപ്പം ബിൽഡിംഗ് എ പേഴ്സണൽ ബ്രാൻഡ് അറൌണ്ട് യുവർ നീഷ് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ടു ബിൽഡ് ബിസിനസ് ആണല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻകം ഉണ്ടാക്കാനാണല്ലോ ഏറ്റവും നല്ലൊരു സംഭവമാണ് കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കുകളെ പറ്റി നിങ്ങൾക്ക് വീഡിയോ, അത് നിങ്ങളിപ്പോൾ വീട്ടിൽ വെറും ഫുഡ് കുക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് കുക്കിംഗ് വീഡിയോസ് ചെയ്യാം, അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന റീച്ച് ഉണ്ട്, ബ്രാൻഡ് കൊളാബറേഷൻസ് ഉണ്ട്, അസോസിയേഷൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങൾക്കായിട്ടൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാം, ഒരു ഹോട്ടൽ ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ഇപ്പോൾ കേക്ക് ബേക്ക് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ അതുപോലും സെല് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അപ്പം ഇങ്ങനെയുള്ള പല മെത്തേഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് എന്താണെന്നുള്ള നിങ്ങളുടെ സ്കില്ല് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, ആ സ്കില്ലിനെ എങ്ങനെ മോണിറ്റൈസ് ചെയ്യാമെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നുള്ള ലെവലിലോട്ട് എത്താൻ പറ്റും. പിന്നുള്ള ഒരു കാര്യം ഹെൽത്ത്, ഫിറ്റ്നസ്. കാരണം നിങ്ങളിപ്പം എല്ലാവരും ഈ പറഞ്ഞ പോലെ ന്യൂ ഇയർ ആയിട്ട് നമ്മൾ 2 അടിക്കുക എന്നുള്ള രീതിയിൽ ഇരിക്കുകയായിരിക്കും. അപ്പം എഴുന്നേറ്റ് കഴിയുമ്പോൾ ഹാങ് ഓവർ, ജിമ്മിൽ പോകണമെന്ന് വിചാരിക്കും, ഹാങ് ഓവർ കാണാൻ പോകാതിരിക്കും. പിന്നെ അടുത്ത ദിവസമായിട്ട് പിന്നെയും ഈ 2024 പോയതുപോലെ തന്നെ 2025 പോകും.
അപ്പം അങ്ങനെ ഒരിക്കലും പോകരുത്. നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ എന്ത് രീതിയിലുള്ള നിങ്ങൾക്ക് ഒരു ടൈറ്റ് ആയിട്ടുള്ള സ്കെഡ്യൂളുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നിന് സമയം കിട്ടാത്ത ആൾക്കാരുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടി 1 മണിക്കൂർ മാറ്റി വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ദിവസം, നിങ്ങൾ എത്ര കാശ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എത്ര ജോലി ചെയ്തിട്ട് ഒരു പ്രയോജനം ഉള്ളതായി പോകും. സോ അതിനുവേണ്ടി കാരണം ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ ബാഡ് വി വാണ്ട് ഇറ്റ്. നമുക്ക് ചെയ്യണമെന്ന് തോന്നുന്ന ഒരു കാര്യം ചെയ്യാൻ നമ്മൾ എന്തായാലും ഒരു ദിവസം സമയം കണ്ടെത്തും. ഇപ്പം ഫ്രണ്ട്സുമായിട്ടൊന്ന് പുറത്തു പോകണോ, ഫാമിലിയായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം, ഇതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തും. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഏറ്റവും അടുത്ത ഒരാൾ ഹോസ്പിറ്റലിലാണ്, അയാൾക്ക് ഇന്ന് ഫുഡ് വിട്ട് കൊടുക്കേണ്ട ഒരു കേസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ സമയം ഇല്ലാത്തടത്ത് ഉണ്ടാക്കും. അപ്പം ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഹെൽത്തിലും കൊടുക്കണം. കാരണം നിങ്ങൾ എന്ത് കഴിക്കുന്നു നിങ്ങൾക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. നിങ്ങൾ എന്തെങ്കിലും ഇപ്പം ഒരു എത്ര ബിസി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും ഒരു ഹാഫ് ആൻ അവർ നടക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് 24 മണിക്കൂർ നടക്കുന്ന ഒരു കാര്യം. അപ്പം നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും നിങ്ങളുടെ കാര്യങ്ങളും വെച്ച് നടക്കുന്നത്. ജിമ്മിൽ പോകാൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യം. അതല്ലേ ഫിറ്റ്നസിന്റെ പല പല കാര്യങ്ങളുണ്ട്. കാർഡിയോ നിങ്ങൾക്ക് ചെയ്യാം, അതല്ലേ ഫിറ്റ്നസ് ആക്ടിവിറ്റീസ് ചെയ്യാം. ഇപ്പം സൂംബ ചെയ്യേണ്ടവർക്ക് സൂംബ ചെയ്യാം, യോഗ ചെയ്യേണ്ടവർക്ക് യോഗ ചെയ്യാം, അങ്ങനെ എന്തും. പക്ഷേ മേക്ക് ഷുവർ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടത് അതൊരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് വരിക. നിങ്ങൾക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ ഫിറ്റ്നസ് കിട്ടുക എന്ന് പറയാം. ഫിറ്റ്നസിൽ നിന്ന് എന്ത് കേസിലും നമ്മൾ ഇന്ന് എവിടെ നിൽക്കുന്നു, അതിൽ നിന്നുള്ള ഇമ്പ്രൂവ്മെന്റ്സ് ഓരോ ഡെയിലി ബേസിസ് വരുമ്പോഴാണ് നമുക്ക് അതിനോടൊരു ഇഷ്ടം തോന്നുന്നത്, നമ്മൾ അതിനോട് അഡിക്റ്റഡ് ആവുന്നു, അതൊരു ഹാബിറ്റ് ആയിട്ട് മാറുന്നു. അപ്പം ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും ഫോക്കസ് ഓൺ ഫിറ്റ്നസ്. ഫിറ്റ്നസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹെൽത്ത് അല്ലെങ്കിൽ ഒരു നല്ല ബോഡി എന്ന് പറയുന്നത് നിങ്ങളുടെ എപ്പോഴും ഉള്ള ഒരു ഗോളായിരിക്കണം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ 2 കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള ഈ ഒരൊറ്റ കാര്യമാണ്. ആ മൂന്നാമത്തെ കാര്യമാണ് മൈൻഡ് സെറ്റ്. ബിൽഡ് യുവർ മൈൻഡ് സെറ്റ്. ദ വേ യു തിങ്ക് അല്ലെങ്കിൽ വാട്ട് യു കൺസ്യൂം എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. കാരണം നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടാവും, അത് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾക്ക് അതിനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയായിരിക്കാം, കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പല പല ഡിസ്ട്രാക്ഷൻസ് പ്രശ്നങ്ങളും എല്ലാം ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ഡിമോട്ടിവേറ്റഡ് ആവുന്നു, ഇമോഷണലി വൾണറബിൾ ആവുന്നു, അല്ലെങ്കിൽ ഇമോഷണലി ഡൗൺ ആവുന്നു, പിന്നെ കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റുക. ഡെവലപ്പ് എ മൈൻഡ് സെറ്റ്. നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം. ആ ഗോളിൽ അച്ചീവ് ചെയ്യാൻ ഞാൻ എന്തും ചെയ്യും, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാം. നിങ്ങൾ എന്ത് ബുക്ക് വായിക്കണം, നിങ്ങൾ ആരുടെ കണ്ടന്റ്സ് വാച്ച് ചെയ്യണം, അല്ലെങ്കിൽ ആരുടെ പോഡ്കാസ്റ്റ് കേൾക്കണം, അല്ലെങ്കിൽ ആരുടെ വീഡിയോസ് കാണണം, ആരോട് സംസാരിക്കണം, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ എന്താണ്, ഇതെല്ലാം ഇതിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ആ ഒരു ലെവലിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യണം. കാരണം പേഴ്സണൽ ഡെവലപ്മെന്റ്, പേഴ്സണൽ ഗ്രോത്ത് എന്നുള്ള ഒരു കാര്യത്തിൽ മാത്രമായിരിക്കും നിങ്ങളുടെ ഫോക്കസ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡിഗ്രിയുടെ വിന്നേഴ്സ് 45 ചാലഞ്ച് എന്ന് പറഞ്ഞൊരു ചാലഞ്ച് വെച്ചിട്ടുള്ളത്. അതിലും നമ്മൾ പറയുന്ന ഒരു കാര്യം, നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം, റിവാമ്പ് യുവർ ലൈഫ് ഫൈനാൻഷ്യലി, ഫിസിക്കലി ആൻഡ് മെന്റലി. ഇതാണ് നമ്മൾ പറയുന്ന കാര്യം. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ 45 ചാലഞ്ചിലും പറയുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ചാലഞ്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ലൈഫ് എലിവേറ്റ് ചെയ്യണം, നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ അതിൽ പറയുന്ന ഒരു എൻ്റെ വർക്കൗട്ട് എന്താണ്, എൻ്റെ ഡേ എങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ ഫൈനാൻഷ്യൽ ഡിസിഷൻ ഞാൻ എങ്ങനെയാണ് എടുക്കുന്നത്, ട്രേഡ് അനാലിസിസ് എന്താണ്, മാർക്കറ്റ് കണ്ടീഷൻസ് എന്താണ്, നിങ്ങൾക്ക് സ്വിംഗിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ കമ്മ്യൂണിറ്റിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് താഴെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ മോട്ടിവേഷൻ ആവശ്യമാണ്, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ അത്രയും പേര് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഓൺ എ ഡെയിലി ബേസിസ് റിസൾട്ട്സ് കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ട്. അതിനുവേണ്ടി നിങ്ങൾക്ക് ലിങ്കിൽ ജോയിൻ ചെയ്യാം. കാരണം ഒരു കംപ്ലീറ്റ് ഒരു 45 ഡേ ചലഞ്ച് വ്ലോഗ് പോലെ ചെയ്ത് അത്രയും കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്. ഞാൻ ഈ 45 ഡേയ്സ് ഞാൻ എന്ത് കഴിക്കുന്നത്, എന്താ ചെയ്യുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ഓരോ സ്കിൽ ഞാൻ ഡെവലപ്പ് ചെയ്യുന്നത്, എന്താണ് ഞാൻ ഒരു ഡെയിലി ബേസിസ് പഠിക്കുന്നത്, ഈ വക കണ്ടന്റ്സ് എല്ലാം ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളത് കറക്റ്റായിട്ട് ചെയ്യാൻ റെഡിയാണ്, നിങ്ങൾ ഫോളോ ചെയ്യാൻ റെഡിയാണ്, നിങ്ങളോട് തന്നെ കമ്മിറ്റ് ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ് ആൻഡ് ഡു സബ്സ്ക്രൈബ് ഇഫ് യു വാണ്ട് ടു എലിവേറ്റ് യുവർ ലൈഫ്. അപ്പം ഇത്രയേ ഉള്ളൂ. 2025 3 കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് 2025 സക്സസ്ഫുൾ ആകാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഇന്നിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്തു തുടങ്ങാന്നുള്ളതല്ല, കൺസിസ്റ്റന്റ് എഫോർട്സ്. അതാണ് ഞാൻ പറഞ്ഞത്. 45 ദിവസം നിങ്ങൾക്ക് കമ്മിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റും. അത് പിന്നെ 90 ദിവസമോ അല്ലെങ്കിൽ 100 ദിവസമോ 200 ദിവസമോ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. മേക്ക് ഷുവർ യു കമ്മിറ്റ് ടു യുവർ സെൽഫ്. നിങ്ങളുടെ ഡിസിഷൻസ് സ്ട്രോങ് ആയിരിക്കണം, നിങ്ങളുടെ ഗോൾ റിട്ടേൺ ഡൗൺ ആയിരിക്കണം, പ്ലാൻ ചെയ്യണം. അത് എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്, എങ്ങനെ ഗോൾ ഇത് ചെയ്യണം എന്നുള്ളത് ഇനിയുള്ള വീഡിയോസിൽ പറയാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വീഡിയോ സ്കൂളിൽ ചെയ്യണം എന്നുള്ളത് കമന്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ അതിനെപ്പറ്റിയും കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. സോ അത്രയേ ഉള്ളൂ. For more videos, stay tuned and do subscribe the channel if you like contents like this. I'll see you on another video. Bye bye.